ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 6-ാം അധ്യായത്തിൽ എറിഹോ മതിലിൻ്റെ പതനമാണ്. ഇസ്രായേൽ ജനത്തെ ഭയപ്പെട്ടവരായ എറിഹോയിലുള്ളതായ രാജാവും അവിടുത്തെ ആളുകളും ആ പട്ടണ ചുറ്റുമുണ്ടായിരുന്ന മതിലുകൾക്കുള്ളിൽ പ്രവേശിച്ച് മതിലുകളെല്ലാം അടച്ചു ഭദ്രമാക്കി. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ ഭയപ്പെട്ടിട്ട് അവർ ചെയ്തതാണ്. എറിഹോ പട്ടണം ചുറ്റുമുണ്ടായിരുന്ന മതിലുകൾ, അതിൻ്റെ വാതിലുകളെല്ലാം അടച്ച് അവർ അതിനകത്ത് തന്നെ ആയിരുന്നു. യഹോവയായ ദൈവം ജോഷുവയോട് പറഞ്ഞു, എറിഹോ പട്ടണം ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നീ അത് കീഴടക്കണം. കീഴടക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എറിഹോ ആ മതിലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യണം. 6 ദിവസം നിങ്ങൾ പ്രദക്ഷിണം ചെയ്യണം. ഓരോ ദിവസവും ഓരോ പ്രദക്ഷിണം. അതിൻ്റെ ഏറ്റവും മുന്നിൽ പോകേണ്ടത് ആയുധധാരികളായ കുറച്ച് പടയാളികൾ. അതിൻ്റെ പിന്നിൽ 7 പുരോഹിതന്മാർ കാഹളം ഊതിക്കൊണ്ട് പോകണം. അതിൻ്റെ പിന്നിൽ വാഗ്ദാന പേടകം ഉണ്ടായിരിക്കണം. അതിൻ്റെ പിന്നിൽ മറ്റ് യോദ്ധാക്കൾ പോകണം. ഇസ്രായേൽ ജനം മുഴുവനും പോകണം. അങ്ങനെ 6 ദിവസം ഓരോ ദിവസം ഓരോ പ്രാവശ്യം അതിന് പ്രദക്ഷിണം ചെയ്യണം. 7-ാം ദിവസം 7 പ്രാവശ്യം അതിന് പ്രദക്ഷിണം ചെയ്യണം. യഹോവയായ ദൈവം പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനം അത് ചെയ്യുകയാണ്. യോശുവയുടെ നിർദ്ദേശപ്രകാരം ജനമെല്ലാം അതനുസരിക്കുന്നു. മോശെ അനുസരിച്ച പോലെ തന്നെ യോശുവ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള അറിയിപ്പാണെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് അതിന് പ്രകാരം അവർ അവിടെ പ്രവർത്തിക്കുകയാണ്. 6 ദിവസം ഓരോ പ്രാവശ്യം അവർ പട്ടണത്തിന് ആ മതിലിന് ചുറ്റും അവർ പ്രദക്ഷിണം ചെയ്തു. 7-ാം ദിവസം 7 പ്രാവശ്യം അവർ പ്രദക്ഷിണം ചെയ്തു. അപ്പം അങ്ങനെ മൊത്തത്തിൽ 7, 6, 13 പ്രാവശ്യം അവർ പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മതിൽ ഇടിഞ്ഞു വീഴുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനം അതിനുള്ളിൽ പ്രവേശിച്ച് ആ എറിഹോ പട്ടണത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും വധിച്ചു കളയുന്നു. അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അവർ നേർച്ചയായിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. അപ്പോൾ അവിടെ രക്ഷപ്പെട്ടത് ഒരു കുടുംബം മാത്രമാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് യോശുവ അയച്ച ആ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി അയച്ച 2 പേരെ സംരക്ഷിച്ച രാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യയും അവരുടെ കുടുംബവുമാണ്. അന്ന് അവരെ രക്ഷിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ പട്ടണം ഒരിക്കൽ ഞങ്ങൾ കീഴടക്കും. അന്ന് ഞങ്ങൾ നിന്നെ രക്ഷിക്കുമെന്നതിന് അടയാളമായി ഒരു ചുവപ്പ് ചരട് നിന്റെ ജനൽപ്പാളികളിൽ നീ കെട്ടിയിടണം. അപ്രകാരം ആ ചുവപ്പ് ചരട് അവൾ അന്ന് മുതൽ അവിടെ കെട്ടിയിട്ടിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭവനം ഒഴിച്ച് ബാക്കി മുഴുവൻ ഭവനങ്ങളുണ്ട്. മുഴുവൻ ആളുകളെയും അവർ കൊന്നുകളഞ്ഞു. രാഹാബിനെയും അവളുടെ ബന്ധുക്കളെയും ഒക്കെ അവിടെ സംരക്ഷിക്കുകയും ചെയ്തു. ഇന്നും നമ്മളെ ഈ പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ചുറ്റും വലിയ മതിലുകളുണ്ട്. ആ മതിലുകൾ ലോകമോഹങ്ങളാവാം, നമ്മുടെ സമ്പത്താവാം, നമ്മുടെ അധികാരങ്ങളാവാം, നമ്മുടെ ആഗ്രഹങ്ങളാകാം. ഇങ്ങനെയുള്ള മതിലുകൾ നമുക്ക് ചുറ്റും നിന്ന് ദൈവത്തെ മറച്ചു കളയുന്നുണ്ട്. ആ മതിലുകൾ തകരണമെങ്കിൽ ദൈവവചനമാകുന്ന കാഹളം നമ്മൾ മുഴക്കണം. അപ്പോഴാണ് ആ മതിലുകൾ അത് തകർന്നു വീഴുന്നത്.
7 എന്നുള്ളത് നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയുടെ ഒരു വലിയ സംഖ്യയാണല്ലോ. ആ 7 ദിവസം 7 പ്രാവശ്യം അവർ കാഹളമൂതുന്നു, മതിൽ അവിടെ തകരുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും വേദപുസ്തക വായനകളൊക്കെയും നമുക്ക് ചുറ്റുമുള്ള പൈശാചികമായ മതിലുകളെ, പൈശാചികമായ പ്രലോഭനങ്ങളെ തകർക്കുന്ന ശക്തിയായി മാറണം. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഏതൊരു ജീവിത പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള വലിയൊരു ദൂത് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് കല്ലുകൾ കൊണ്ടുള്ള മതിലുകളല്ല, നമ്മുടെ മനസ്സാകുന്ന ആ മതിൽ, അതിനുള്ളിലെ ദുഷ്ടവിചാരങ്ങൾ, ദുർവികാരങ്ങൾ, ഇതിനെയൊക്കെ നമുക്ക് തകർത്ത് കളയാൻ സാധിക്കണമെങ്കിൽ, ആ മതിലുകളൊക്കെ തകർന്നു വീഴണമെങ്കിൽ ദൈവം അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുവാനും അത് വായിക്കുവാനും അത് പറയുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ നമുക്കെതിരായിട്ടുള്ള എല്ലാ പൈശാചിക ശക്തികളെയും, പൈശാചികമായ എല്ലാ പ്രലോഭനങ്ങളെയും, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെയുള്ള എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവവചനം അനുസരിച്ച് നമുക്ക് ജീവിക്കാം. അത് നമുക്ക് നിരന്തരമായി വായിക്കാം. പ്രത്യേകിച്ച് ഇനി നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക്, വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക കൂടിയാണല്ലോ. ആ ദിവസങ്ങളൊക്കെയും ദൈവവചനം കൂടുതൽ വായിക്കുവാനും ധ്യാനിക്കുവാനും ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഇതിനൊക്കെ അതിജീവിപ്പാനും ദൈവമേ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.